കളത്തിലെയും പുറത്തെയും വിവാദങ്ങൾക്കിടെ ഏഷ്യ കപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വരികയാണ്. അതും ഫൈനലിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ടാക്ടിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊപ്പം അനൂപ് ഷൺമുഖൻ, ഒപ്പം തന്നെ MSK ഉണ്ട്. അനുവേട്ടാ, അപ്പോൾ 14 എഡിഷൻ, 41 വർഷം, ഇത്രയും നീണ്ട ഒരു കാലയളവിൽ ഇതാദ്യമായിട്ടാണ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാൻ വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അത് ഇത്രയും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും മത്സരിക്കുമ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട്, പല വിവാദപരമായ പ്രസ്താവനകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് കളത്തിൽ താരങ്ങൾ നേർക്കുനേർ വിവാദങ്ങളിൽ ഏർപ്പെടുന്ന സാധനങ്ങൾ മുൻപ് കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യ കപ്പ് ഫൈനൽ വരികയാണ്. എന്താണ് സാധ്യതകൾ, പ്രവചനങ്ങൾ? ജയേഷിനോട് MSK എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടോ ഈ മത്സരത്തിൽ? എന്നെ സംബന്ധിച്ചില്ല. ഒരു ഇന്ത്യ പാക് മത്സരം നടക്കുന്ന സമയത്തുണ്ടാകുന്ന യാതൊരുവിധ ആവേശവും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയാൻ ഒരു ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിൽ വരുന്നില്ല. ഇത്രയും കാലം ഇന്ത്യ പാക് മത്സരങ്ങൾ കണ്ടിട്ടും ഇതാദ്യത്തെ അനുഭവമാണ് അങ്ങനെ ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റ് തന്നെ അതിന് ഉത്തരം നൽകി കഴിഞ്ഞു. തുല്യ ശക്തികളുടേതല്ല ഈ മത്സരം എന്ന് പോലും ഇന്ത്യൻ ക്യാപ്റ്റൻ മുഖമടച്ച് പ്രഹരിക്കുന്ന തരത്തിൽ പറയുന്നു എതിർ ടീമിനെ പറ്റിയിട്ട്. ആ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അതിലാകെ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു ഘടകം ഇപ്പോൾ ജയേഷ് പറഞ്ഞ മാത്രമാണ്. ഇത്രയും കാലത്തിനിടയിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അവിടെ ആര് വിജയിക്കുമെന്നുള്ളതാണ് സത്യം. ഇനി ഫൈനലിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ടീമിനെയും എഴുതി തള്ളരുത് മത്സരത്തിന് മുമ്പ് എന്ന അഭിപ്രായം കാരണമാണ് ഞാൻ. കാരണം അവസാന പന്തെറിയും വരെ ക്രിക്കറ്റ് മത്സരം അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏത് സമയത്തും ഏത് ഘട്ടത്തിലും പാകിസ്ഥാൻ എന്നൊരു ടീമിൻ്റെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ മത്സരത്തിൻ്റെ പോലെ ആയിരുന്നില്ല രണ്ടാമത്തെ തവണ സൂപ്പർ ഫോറിൽ ഏറ്റുമുട്ടുന്ന മത്സരം എന്ന് പറയുന്നത്. രണ്ടാമത് ഈ സൂചിപ്പിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഒരു വാശിയും വൈരാഗ്യവും അവരുടെ കളിക്കാരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞു. ഒരു താരതമ്യേന ഭേദപ്പെട്ട സ്കോറിലേക്ക് അവരെത്തുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അനായാസം ഇന്ത്യ മറികടന്നു എന്നുള്ളത് വേറൊരു വസ്തുത. എങ്കിൽ പോലും ഒരു പോരാട്ട വീര്യം രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട്. ഫൈനലിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി തീവ്രമാകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് സൽമാൻ ആഗ എന്ന അവരുടെ ക്യാപ്റ്റൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, അദ്ദേഹം എക്സൈറ്റഡ് ആണ്, പാകിസ്ഥാൻ എക്സൈറ്റഡ് ആണ്, ഞങ്ങൾ മെച്ചപ്പെടുകയാണ്, ഫൈനലിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ നേരിടാൻ തക്ക ശക്തിയായി ഞങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു ഭാഗത്ത് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി മത്സരത്തിലേക്ക് വരികയാണ്, തീർച്ചയായിട്ടും ഫൈനലിനെ നമ്മളൊരു ഘട്ടത്തിലും ഒരു കാരണവശാലും ഈ ഫൈനലിൽ എഴുതി തള്ളരുത്. കാരണം പാകിസ്ഥാനാണ്, പുതിയൊരു നിരയാണ്, എങ്കിൽ പോലും അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ഫൈനൽ തീവ്രമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീവ്രമാകണം, എങ്കിൽ മാത്രമേ ഈ മത്സരം കൊണ്ട് കാണുന്നവർക്ക് പോലും കാര്യമുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. അനുപേട്ടൻ്റെ ഒരു പോയിന്റ് എടുത്ത് തന്നെ ഞാൻ MSKയോട് ചോദിക്കാം. പാകിസ്ഥാനാണ്, ആ പാകിസ്ഥാനാണ് എന്നുള്ളതൊരു ഒരു വലിയ ഘടകമാണ്. കാരണം അപ്രവചനീയതയാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത. ഏത് ടീമിനോടും തോൽക്കും, ഏത് ടീമിനെയും തോൽപ്പിക്കും. MSKയുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് ഫൈനലിൽ? അനൂപ് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. കാരണം പാകിസ്ഥാൻ ടീം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. ഇപ്പം 92 വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് എന്ന് പറയുമ്പം പാകിസ്ഥാൻ അത്രത്തോളം കിരീട ഫേവറേറ്റ് ആയിരുന്നില്ല. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ അവരന്ന് ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ കപ്പ് അടിച്ചു. ഇതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് 2017. അന്ന് ഇതേപോലെ ഫക്കർ സമാൻ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ഈ സൂപ്പർ ഫോറിലെ പോരാട്ടത്തിന് മുമ്പ് വരെ നമ്മൾ തന്നെ ഇങ്ങനെ വിശകലനം ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് എതിരാളികളെ ഇല്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പാകിസ്ഥാൻ്റെ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഇന്ത്യക്കെതിരെയുള്ള മത്സരം നോക്കുമ്പോൾ തന്നെ അവരൊരു അഭിഷേക് ശർമ്മ ഔട്ടായതിനു ശേഷം അവർ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവർ 18.5 ഓവർ വരെ ഇന്ത്യയുടെ വിജയത്തെ അവിടെ പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്നൊരു 15 ഓവറിൽ കളി ഇന്ത്യ ഫിനിഷ് ചെയ്യുമെന്ന ഘട്ടത്തിൽ നിന്നും അവസാന ഓവറിൻ്റെ തൊട്ടടുത്ത് വരെ അവരെത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം നോക്കുമ്പോൾ അവർ ബംഗ്ലാദേശിന് ശരിക്കും 136 റൺസാണ് അവരെടുത്തത്. എന്നിട്ട് പോലും ബംഗ്ലാദേശിന് 123 റൺസിൽ അവർക്ക് പിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നുള്ളത് അഭിഷേക് ശർമ്മ എന്ന ഓപ്പണറുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്. അതായത് അദ്ദേഹം എല്ലാ മത്സരത്തിലും ഒരു 200 സ്ട്രൈക്ക് റേറ്റിൽ റൺസ് നേടുന്നു, കഴിഞ്ഞ മത്സരത്തിൽ അടക്കം നേടുന്നു. അഭിഷേക് ശർമ്മ ഔട്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഫൈനലിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുപോലെ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാരൊക്കെയും ഫോം ഔട്ടാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോം ഔട്ടാണ്, തിലക് വർമ്മ ഫോം ഔട്ടാണ്, ശുഭ്മാൻ ഗിൽ ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് മികച്ച രീതിയിൽ കളിച്ചത്, സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടി. അതെ, തൊട്ടടുത്ത മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്തു. സഞ്ജുവിനെ എടുക്കാത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പം ഇന്ത്യയുടെ ബാറ്റർമാർ ആക്ച്വലി ഫോം ഔട്ടാണ്. അഭിഷേക് ശർമ്മ എന്ന ഒരു ശരിക്കും ഇന്ത്യ നേടിയ റൺസിൽ ഒരു 75% അഭിഷേക് ശർമ്മയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ശർമ്മയെ ഫസ്റ്റ് തന്നെ പാകിസ്ഥാന് പുറത്താക്കാൻ സാധിച്ചാൽ അത് പാകിസ്ഥാൻ ഒരു അഡ്വാൻറ്റേജ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ പാക് ബോളർമാർ
ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. സൈം അയ്യൂബൊക്കെ 4 ഡക്കൊക്കെ എടുത്ത് നമ്മൾക്ക് ട്രോൾ ചെയ്യാണ്. കാരണം ഒരു ഏഷ്യ കപ്പിൽ ഈ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഡക്ക് എടുക്കുന്ന ഒരു താരമായി അദ്ദേഹം മാറുന്നു. 6 അടിക്കുമെന്ന് പറഞ്ഞു വന്ന പ്ലെയറാണ്. ഉംറ 6 6 അടിക്കുന്ന അദ്ദേഹമല്ല പറഞ്ഞത്, മറ്റൊരു കളിക്കാരനാണ് പറഞ്ഞത്. അപ്പം പക്ഷേ ഭാരം പുള്ളിക്കുണ്ടായിരുന്നു. ഭാരം പുള്ളിക്കുണ്ട്, അത്രയും എന്താ പറയുക 6 അടിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ബുംറയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബുംറയെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ടൂർണമെന്റിൽ കൈകാര്യം ചെയ്തതും പാക് ബാറ്റർമാരാണ്. അവരുടെ ഓപ്പണർ ഫർഹാൻ ബുംറയ്ക്കെതിരെ 2 സിക്സർ അടിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പാകിസ്ഥാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ അവസാന 2 മത്സരങ്ങളിൽ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഷൈൻ അഫ്രീദി ഒട്ടും ഫോമില്ല എന്ന് പറഞ്ഞ താരമായിരുന്നു, പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഹാരിസ് റൌഫ് ഒരു വർദ്ധിത വീര്യത്തോടു കൂടിയാണ് എറിയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ തുടങ്ങി വെക്കുന്നതും ഹാരിസ് റൌഫാണ്. ആക്ച്വലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. ഒരു 70% ഇന്ത്യ തന്നെ ജയിക്കും. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ പാകിസ്ഥാൻ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഡൗൺ ആകുകയാണ്. ഇന്ത്യയുടെ പെർഫോമൻസ് ഏറ്റവും ടോപ്പിൽ നിന്ന് സാധാരണ അപ്പ് ചെയ്യുന്നതിന് പകരം ഇന്ത്യ ഡൗൺ ആയി മാറുകയാണ്. കഴിഞ്ഞ 2 മത്സരത്തിൽ മാത്രം ഇന്ത്യ 9 ക്യാച്ചുകളാണ് കൈവിട്ടത്. ഈ ടൂർണമെന്റിലുടനീളം 12 ക്യാച്ചുകൾ വിട്ടു. അതിൽ 9 കഴിഞ്ഞ 2 മത്സരങ്ങളിൽ മാത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് ഈസി ക്യാച്ചുകൾ ഇന്ത്യൻ താരങ്ങൾ ഇടുന്നുണ്ടായിരുന്നു. വേറെ പ്രത്യേകത, ഇന്ത്യയുടെ ഫീൽഡിംഗ് മികവിന് ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് മെഡൽ നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനേ ഇല്ല. അതായത് ക്യാച്ചസ് വിൻ മാച്ചസ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചൊല്ലാണത്. ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ ജയിക്കും. അത് കഴിഞ്ഞ 2020 ലോകകപ്പിന്റെ ഫൈനലിൽ പോലും നമ്മൾ കണ്ടു. ഒരു ക്യാച്ച് കിരീടം നേടി തന്ന കാഴ്ച.